തിരുവനന്തപുരം അഞ്ചുതെങ്ങ് കായ്ക്കരയിൽ കാറിടിച്ചു പരിക്കേറ്റ 16-കാരന്റെ ആരോഗ്യനില അതീവ ഗുരുതരം. മാമ്പള്ളി സ്വദേശി ഷിബിൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കാറിലുണ്ടായിരുന്നത് 5 പേരിൽ 2 പേർ അപകടത്തിന് പിന്നാലെ ഓടി രക്ഷപ്പെട്ടു. കസ്റ്റഡിയിലെടുത്ത 3 പേർ ആശുപത്രിയിലേക്ക് പോകും വഴി ആംബുലൻസ് ഡ്രൈവറെ മർദ്ദിക്കുകയും ചെയ്തു. ഗോപാൽ ഷീല സനലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഗോപാൽ, എന്താണ് സംഭവിച്ചത്? ഇതിൽ 16-കാരന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു എന്ന് മനസ്സിലാക്കുന്നു. മറ്റു വിവരങ്ങൾ? അങ്ങനെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന വിവരം. ഇന്നലെ രാത്രി 9:30 കൂടിയാണ് അഞ്ചുതെങ്ങ് കായ്ക്കരയ്ക്ക് സമീപം അമിത വേഗത്തിലെത്തിയ കാർ ട്രാൻസ്ഫോമറിൽ ഇടിച്ചു കയറി അപകടമുണ്ടാകുന്നത്. ആ ട്രാൻസ്ഫോമറിന്റെ സമീപത്തായി സ്കൂട്ടറിൽ നിന്നിരുന്ന യുവാവിനെയും അല്ലെങ്കിൽ ഒരു കുട്ടിയെയും ഈ കാർ ഇടിച്ചു തെറിപ്പിക്കുകയുണ്ടായി. ഈ കുട്ടിയുടെ നില അതീവ ഗുരുതരമാണ് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നലെ ആദ്യം ചിറയൻകര ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും ഈ പരിക്കേറ്റ ഷിബിൻ എന്ന കുട്ടിയെ മാറ്റുകയായിരുന്നു. അതിനോടൊപ്പം തന്നെ ഈ കാറിൽ ഉണ്ടായിരുന്നത് 5 പേരായിരുന്നു. ആ 5 പേരിൽ 2 പേർ അപകടമുണ്ടായ സമയത്ത് തന്നെ ആ കാറിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെട്ടിരുന്നു. ബാക്കി പരിക്കേറ്റ 3 പേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആംബുലൻസിൽ വെച്ച് ഈ മൂവരും സംഘർഷമുണ്ടാക്കുകയും ചെയ്തു എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്താണെങ്കിലും അമിത വേഗതയിലാണ് ഈ വാഹനം വർക്കലയിലേക്ക് വന്നിരുന്നത് എന്നതാണ് ദൃക്സാക്ഷികൾ അടക്കമുള്ളവർ സൂചിപ്പിക്കുന്ന വിവരം. ഈ അമിത വേഗത്തിലെത്തിയ കാർ നേരത്തെ പെരുമാത്ര മുതലപ്പുഴ ഭാഗത്ത് 2 പേരെ ഇടിച്ച ശേഷം നിർത്താതെ പോയി എന്നും അഞ്ചുതെങ്ങ് പോലീസ് വ്യക്തമാക്കുന്നു. എന്താണെങ്കിലും അമിത വേഗതയിൽ എത്തിയ ആ കാറിന്റെ അശ്രദ്ധ തന്നെയാണ് ഈ അപകടത്തിന് കാരണം എന്ന് തന്നെയാണ് പോലീസിന്റെ ഇപ്പോഴത്തെ ഒരു നിഗമനം. ആ കാറിലുണ്ടായിരുന്നവർ മദ്യപിച്ചിരുന്നു, ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും സ്ഥിരീകരണം വരേണ്ടതായിട്ടുണ്ട്. എന്താണെങ്കിലും അപകടത്തിൽ പരിക്കേറ്റ കുട്ടിയുടെ നില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുന്നു. ശരി, ഗോപാൽ ശിലാസനലാണ് വിവരങ്ങൾ നൽകിയത്.